ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നെൻ്റെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നത് കുടുംബജീവിതത്തെക്കുറിച്ചാണ്. അപ്പോൾ എന്താണ് കുടുംബജീവിതം? എങ്ങനെയാണ് കുടുംബജീവിതം? എങ്ങനെ ആനന്ദകരമാക്കാം നമ്മുടെ കുടുംബജീവിതം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യാനും നിങ്ങൾ മറക്കരുത്. നമ്മുടെ കുടുംബജീവിതം ആനന്ദകരമാക്കാൻ എന്താണ് നാം ചെയ്യുന്നത്? ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? പരസ്പര വിശ്വാസം, അതല്ലേ വേണ്ടത്. അതുപോലെ തന്നെ എന്ത് കാര്യങ്ങളും നമ്മൾ തുറന്നു പറയുക. മക്കളായാലും അച്ഛനായാലും അമ്മയായാലും ഒരു കുടുംബജീവിതത്തിൽ നമ്മൾക്ക് പരസ്പരം കൂട്ടുകാരായി നമ്മൾ കണ്ട് അവരോട് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ കുടുംബജീവിതം ഒരുപാട് സന്തോഷകരമായിരിക്കും, അല്ലേ? ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. നമ്മളൊന്നും ഒരു കാര്യങ്ങളും പരസ്പരം പറയാതെ, ഇപ്പോഴുള്ള ഒരു പുതിയൊരു ട്രെൻഡ് എന്ന് വെച്ചാൽ എല്ലാവരുടെ കയ്യിൽ മൊബൈലുണ്ട്. മൊബൈൽ വന്നതോടുകൂടി കുടുംബ ബന്ധങ്ങൾ തന്നെ മാറി മറിഞ്ഞു. അച്ഛനൊരു സൈഡിൽ, അമ്മ ഒരു സൈഡിൽ, മോനൊരു സൈഡിൽ, മോളൊരു സൈഡിൽ, പെങ്ങന്മാരാണെങ്കിൽ വേറൊരു സൈഡിൽ. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മുടെ എന്താ പറയുക, കുടുംബ ബന്ധം തന്നെ ചിന്നിച്ചിതറിപ്പോയി, അല്ലേ? പണ്ട് കാലഘട്ടത്തിലൊക്കെ ആയിരുന്നെങ്കിൽ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരൊരു കുടുംബജീവിതത്തിലേക്ക് വലതുകാൽ വെച്ച് കയറുന്നത് തൻ്റെ കുടുംബജീവിതം നന്നായി പോകണം എന്നതുകൊണ്ടാണ്. പക്ഷേ ആ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ആ വീട്ടിൽ നാം ജീവിച്ച ആ ഒരു സാഹചര്യമല്ല ഉള്ളത്. സാഹചര്യം മാറുകയാണ്. ചിലർക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയും, ചിലർക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയില്ല. സ്വന്തം അച്ഛനമ്മയായിട്ട് ഭർത്താവിൻ്റെ അമ്മയെ കാണാനോ അവർക്ക് സാധിച്ചെന്ന് വരില്ല. ആ സ്ഥാനത്ത് ചില സ്ത്രീകൾ സ്വന്തം അമ്മയായിട്ടും സ്വന്തം അച്ഛനായിട്ടും അവരെ കണ്ടിട്ടുണ്ടെങ്കിലും തിരിച്ചവിടെ നിന്ന് ഇത് എൻ്റെ മകളാണ് എന്നുള്ളൊരു ബോധം അവർക്ക് തോന്നുന്നില്ല. അവർ വേറൊരു രീതിക്കാണ് ആ അച്ഛനും അമ്മയും കാണുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ കുടുംബ ബന്ധങ്ങൾ ശിഥിലീകരിക്കാനുള്ള കാരണം. ആ സ്ഥാനത്ത് നമ്മുടെ വീട്ടിൽ, നമ്മുടെ സാഹചര്യത്തിൽ നമ്മൾ വളർന്നത് ഇത്രയും സ്നേഹത്തോടു കൂടിയാണെങ്കിൽ നമുക്ക് കയറി ചെല്ലുന്ന വീട്ടിൽ യാതൊരു പ്രയാസവും ഉണ്ടാവില്ല. അവരും നമ്മളുടെ സ്വന്തമാണെന്ന് നമ്മൾ കരുതും. സത്യമല്ലേ ഞാൻ പറഞ്ഞത്? അതുപോലെ തന്നെ ചില ലേഡീസൊക്കെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ വീട്ടിലെ സകല ജോലികളും ആണുങ്ങളെ കൊണ്ട് ചെയ്യിക്കുന്നവരുണ്ട്, ഇല്ലേ? അത് ഒരു ചെറിയൊരു കടന്ന കൈയല്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ആ സ്ഥാനത്ത് ആ ഒരു വീട്ടിലെ ജോലി ഭാര്യയും ഭർത്താവും ഒരുമിച്ചെടുക്കുമ്പോൾ അതിന് പ്രത്യേക ഒരു സുഖമുണ്ട്. ഒരു ജോലി ഒരാൾ ചെയ്യുന്നു, ഒരു ജോലി മറ്റൊരാൾ ചെയ്യുന്നു. അപ്പോൾ നമ്മൾക്കത് ഒരുപാട് ഇഷ്ടം തോന്നും. നമുക്ക് കുടുംബജീവിതം ആസ്വദിച്ചു കൊണ്ട് മുമ്പോട്ട് പോകാം. ശരിയല്ലേ? ഞാനൊക്കെ ഇങ്ങനെ ഈ ജോബിന് പോകുമ്പോൾ പല വീടുകളിലും ഞാൻ കണ്ടിട്ടുണ്ട്. ഭാര്യമാർ കാലിന് മുകളിൽ കാലും കിരിച്ച് മൊബൈലും തോണ്ടി സോഫയിൽ അവിടെ ഇരിക്കും. ചിലരതിന് വേണ്ടിയിട്ട് എല്ലാ പണികളും ചെയ്യും. എന്നിട്ട് ഭർത്താവ് അലക്കല്, പാത്രം കഴുകല്, അടുക്കളയത്തെ പണി എല്ലാം അവരാണ് ചെയ്യും. അത് കുറച്ചൊരു കടന്ന് സ്ത്രീക്ക് മാത്രമല്ല പണിയെടുക്കാനുള്ള ഇത് എല്ലാവർക്കും ചെയ്യാം. പക്ഷെ ഒരു വീടാവുമ്പോൾ പരസ്പരം ചിരിച്ചും കളിച്ചും അങ്ങനെ പരസ്പരം ജോലികൾ ചെയ്യുക, പരസ്പര കാര്യങ്ങൾ അങ്ങോട്ടും ഇടയ്ക്കിടയ്ക്ക് കൊച്ചു വഴക്കുകൾ, അതുപോലെ മക്കളോടും അതുപോലെ ഇടയ്ക്കിടയ്ക്ക് പിണക്കം കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നും. അങ്ങനെയുള്ളൊരു കുടുംബജീവിതത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇപ്പോഴുള്ള യുഗത്തിൽ അത് കുറവാണ്. 99% ഇല്ല, 1% ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് നമുക്ക് പറയാം. ആദ്യമൊക്കെ ആയിരുന്നു അതിൻ്റെ രസം. രാവിലെ എഴുന്നേൽക്കുന്നു, അവർ ജഗവ വീട്ടിലത്തെ പണികളെല്ലാം കഴിച്ചു വെച്ചിട്ട് അവർ കൂലിപ്പണിക്ക് പോകുന്നത്. അന്നൊക്കെ പറഞ്ഞാൽ നന്നായി പഠിച്ചവർക്ക് മാത്രം കുറച്ച് പേർക്കേ ജോലിയൊക്കെ ഉള്ളൂ, ഗവൺമെൻറ് ജോലിയൊക്കെ കിട്ടാറുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ കൂലിപ്പണിക്ക് പോകുന്നവരാണ്. അതൊരു സുഖമാണ്. മക്കൾക്കുള്ളതെല്ലാം ഒരുക്കി വെച്ച്, സ്കൂളിലേക്ക് പോകാനുള്ള എല്ലാം ഒരുക്കി വെച്ചിട്ട് അവർ ജോലിക്ക് പോകുന്നു. ഇന്നുള്ളതോ മക്കളെ ബസ്സിൽ കയറ്റി വിടുന്നവരെ അമ്മമാർ ലീവ് എടുത്ത് വീട്ടിലിരിക്കും, അല്ലേ? തൻ്റെ കുട്ടിയെ സുരക്ഷിതമായി ആ ബസ്സിൽ ഏൽപ്പിക്കുന്നവരെ ആ അമ്മമാരായാലും അച്ഛന്മാരായാലും വഴിയോരത്ത് കാത്തു നിൽക്കും. ബസ്സായാലും എന്ത് വണ്ടിയായാലും. ചില അച്ഛനമ്മമാർ കുട്ടികളെ സ്കൂളിൽ കൊണ്ടുപോയിടും. അന്നൊക്കെ പറഞ്ഞ കിലോമീറ്ററോളം ദൂരം നടന്ന് വേണം പോകാൻ. ഞാനൊക്കെ ഒരുപാട് ദൂരം നടന്നു പോയൊരു വ്യക്തിയാണ്. ഒരുപാട് യാതനകളും കഷ്ടപ്പാടും അനുഭവിച്ചൊരു വ്യക്തിയാണ്. അപ്പോൾ
ഇനിയുള്ള കാലഘട്ടം എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ, നമ്മുടെ കുടുംബജീവിതം നമ്മൾ സുരക്ഷിതമാക്കുക. ഒരു 10 മിനിറ്റ് ഭക്ഷണം കഴിക്കുമ്പോൾ എല്ലാവരും ഒന്ന് ഒത്തുകൂട്ടുക. അതുപോലെ മക്കളൊക്കെ എല്ലാവരും ഒരുമിച്ചിരുന്ന് സംസാരിക്കുക, അച്ഛനമ്മമാരോട് സ്നേഹത്തോട് പെരുമാറുക. നമ്മുടെ അച്ഛന്മാരെ നമ്മൾ നോക്കിയാൽ മാത്രമേ നമ്മുടെ മക്കൾ നമ്മളെ നോക്കുകയുള്ളൂ. പല വീഡിയോസിലും കാണാം അമ്മമാർക്ക് വേറെ പാത്രത്തിൽ ഭക്ഷണം കൊടുക്കുക, അവരെ കൂടെ എത്തി ഭക്ഷണം കഴിപ്പിക്കാതിരിക്കുക. അതൊക്കെ നാം വീഡിയോസിൽ കാണിക്കുന്നത് അത് മറ്റുള്ളവർക്കൊരു മാതൃകയാവാൻ വേണ്ടിയിട്ടാണ് അവർ ആ ഒരു വീഡിയോസ് അങ്ങനെ ചെയ്യുന്നത് അല്ലേ. അത് കാണുമ്പോൾ നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകും. അപ്പോൾ ഞാനൊരു വീഡിയോ കണ്ടിരുന്നു, ഒരു മോൻ പറയുന്നുണ്ട്, അമ്മമ്മയ്ക്ക് കൊടുത്ത ഈ പ്ലേറ്റ് ഞാൻ എടുത്ത് വെക്കും. അമ്മയ്ക്കും പ്രായമായി വരികയാണ്. ഈ പാത്രത്തിൽ ഞാൻ അമ്മമ്മയ്ക്ക് കൊടുത്ത ഇതേ പാത്രത്തിൽ തന്നെ ഞാൻ അമ്മയ്ക്കും ഭക്ഷണം നൽകുമെന്ന്. അത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ആ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് പേര് ഞാൻ മറന്നുപോയി. ആ വീഡിയോസ് ചെയ്ത ആളുകളുടെ പേര്, ഒരു കുടുംബമാണ് അവർ. അവസാനം അമ്മയുടെ കണ്ണ് തുറപ്പിക്കണം അമ്മൻ, എന്നിട്ടാണ് അമ്മയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നത്. അമ്മ ഭക്ഷണം കഴിക്കുന്നില്ല. അമ്മമ്മ വന്ന് കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചതിന് ശേഷം മാത്രമേ അമ്മ ഭക്ഷണം കഴിക്കുന്നുള്ളൂ. അല്ല, മനസ്സിലായോ? അതാണ്. അപ്പോൾ എല്ലാവരുടെ കുടുംബജീവിതം ഭദ്രത വരുത്താൻ ശ്രമിക്കുക. ശരിയിരിക്കാൻ നോക്കരുത്. നമ്മളെ പലതും പറഞ്ഞ് തെറ്റിദ്ധരിക്കും. ആ മോഹന വാഗ്ദാനങ്ങളിലൊന്നും നാം വീഴരുത്. അപ്പോൾ ടാറ്റ, ബൈ ബൈ. ഞാൻ മറ്റൊരു വീഡിയോയുമായി നിങ്ങൾക്ക് മുമ്പിൽ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ കണ്ട് എൻ്റെ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങളാണ് എൻ്റെ എല്ലാത്തിൻ്റെ വിജയം. എനിക്ക് മുൻപോട്ട് പോകാനുള്ള പ്രേരണയും നിങ്ങൾ ഓരോരുത്തരുമാണ്.